ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ഫേസ് ഉണ്ട് എന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇന്നുള്ളത്. അതെ, ടുഡേ ഈസ് മൈ ഗ്രാജുവേഷൻ ഡേ. എനിക്കിന്നും ഓർമ്മയുണ്ട്, 2023 ഓഗസ്റ്റ് 23 ഞാനിവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ അന്ന് EYയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ നോട്ടീസ് പീരീഡിലായിരുന്നു. തലേന്ന് വരെയുള്ള ഓഫീസിലെ ഓരോ തിരക്കുകൾ കാരണം അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. 22 രാത്രി അന്ന് തത്കാൽ ടിക്കറ്റിൽ രാത്രിക്ക് രാത്രി അച്ഛനും അമ്മയും ട്രെയിൻ കയറി ഞാനും എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷനായിട്ട് എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാര്യത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര. ഭയങ്കര ടെൻഷൻ അടിച്ച് ഓരോ ഡോക്യുമെന്റ്സും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന എന്നെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഓട്ടോയിൽ വന്നിറങ്ങി കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റ് കണ്ടപ്പോൾ മുതൽ നമ്മളെല്ലാവരുടെയും കണ്ണിൽ ആ പ്രതീക്ഷയുടെ ഒരു തിളക്കുണ്ടായിരുന്നു. വലതുകാലം എടുത്തു വെച്ചപ്പോൾ മുതൽ എന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച കെട്ടിടങ്ങളും മുഖങ്ങളും കോർണറുകളും ഒക്കെയാണ് എൻ്റെ ഓർമ്മയിൽ. അവിടെ നിന്നുള്ള ആ നീണ്ട യാത്ര അത്യാവശ്യം കടുപ്പമേറിയതാണെങ്കിലും ഞാൻ ഒരുപാട് ആസ്വദിച്ച് ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന എൻ്റെ കലാലയ ജീവിതമായിരുന്നു. അങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ വെച്ചിട്ട് അതിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് കിട്ടിയ നല്ല പാഠങ്ങൾ വെച്ചിട്ടുള്ള ഒരു ജീവിതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് വൈറ്റ് തീമാണ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി രാവിലെ നേരത്തെ 9 മണിക്ക് വന്ന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തപ്പോൾ ഇത്രയും സാധനങ്ങൾ കൈ കിട്ടി. സ്നാക്സും ഡിന്നറും ഡെസേർട്ടും അങ്ങനെ ഗംഭീര പരിപാടിയാവുന്ന കേട്ടത്. എല്ലാവരും വൈറ്റ് ഇട്ട് വരുമ്പോൾ അത്ര വിയേർഡായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓരോരുത്തരെ കാണാൻ ഓരോ ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ ചെക്കന്മാരെല്ലാം നല്ല കോർഡിനേഷനിലായിരുന്നു. ഒരു പരിപാടിക്ക് പോയാൽ കുറച്ചു നേരം ക്ഷമയോടെ കസേരയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സ് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വെറും 2 മിനിറ്റ് മാത്രമേ അതിന് പറ്റുള്ളൂ. പിന്നെ ഞാൻ ഓടി നടക്കും, എനിക്ക് അറിയുന്ന ആൾക്കാരെയും അല്ലാത്ത ആൾക്കാരെയും എല്ലാവരെയും പോയി വിഷ് ചെയ്യാൻ വേണ്ടി. ഞാൻ അത്ര ഹൈപ്പർ ആക്റ്റീവ് ഒന്നുമല്ല, എന്നാൽ ഞാൻ അത്ര ഇൻട്രോവേർട്ടും അല്ല. ഞാനിതൊന്നും ഒരിക്കലും വ്ളോഗായി ചെയ്യുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ ഈ മൊമെന്റ്സ് ഒക്കെ അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ട് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് തോന്നി. അങ്ങനെ ആ ഹെൽമെറ്റും കൊണ്ട് നമ്മുടെ സ്വന്തം ജോയിലെത്തിയിട്ടുണ്ട്. ഇവൻ എന്റെ തൊട്ടടുത്ത റോൾ നമ്പർ ആട്ടോ. അങ്ങനെ സമയം പോകുന്തോറും ഒരുവിധ ആൾക്കാരെ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫോട്ടോ സെക്ഷനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. കോളേജിന്റെ വക തന്നെ ക്ലാസ് വൈസ് ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. സിദ്ധാർത്ഥിന്റെ ഔട്ട്ഫിറ്റ് കണ്ടാൽ കല്യാണച്ചക്കൻ വൈബ് ഉണ്ടല്ലേ. ഈ വർഷം തൊട്ടാണ് ഫസ്റ്റ് ടൈം ആയിട്ട് CET IIT മോഡൽ ഗ്രാജുവേഷൻ സെറിമണി നടത്താൻ തീരുമാനിച്ചത്. അതിന്റെ പാർട്ടായിട്ടാണ് ഈ ഒരു സ്റ്റാൾ ഉള്ളത്. ഇതിന് അംഗവസ്ത്രം എന്നാണ് പറയുക. IIT മോഡൽ ഗ്രാജുവേഷൻ സെറിമണിയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സിലായി, പണ്ട് ഗ്രാജുവേഷനൊക്കെ ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് തൊപ്പി ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ അതൊരു പ്രൈഡ് തന്നെയാണ്. അതൊന്നും നമുക്ക് കിട്ടൂല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഏത് കളറായിരിക്കും ഈ അംഗവസ്ത്രത്തിന് എന്നായിരുന്നു. PG PhD കാർക്ക് ഈ കസവ് സ്റ്റാളിൽ ഗ്രീനും ബിടെക്കുകാർക്ക് റെഡും ആയിരുന്നു. ഇത്രയൊക്കെ ഒരുങ്ങി വന്നതല്ലേ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതെ എന്താഘോഷമല്ലേ എനിക്ക്. അപ്പൊ പിന്നെ ഇവരെല്ലാവരുടെ അടുത്ത് ഓടി നടന്ന് ക്ലിപ്പ് എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് ആതിര ചേച്ചി, ഞങ്ങളുടെ 4 പെൺപടകളിലും മൂത്ത ആള്. ഇവനാണ് അനന്തൻ. ഞാൻ എല്ലാരും പേരെടുത്ത് ജസ്റ്റ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആൻവിൻ, സാം, റിസ്വാൻ, അഖിൽ, സിദ്ധാർത്ഥ്, ഷനോജ് ആൻഡ് ഷിബിൻ. ഇത് ജോയലും ഹേമന്തും. കണ്ടില്ലേ ഹെൽമെറ്റ്? ആ ഹെൽമെറ്റും നമ്മുടെ ക്ലാസ്സിലെ താരമാണ്. ഇതിലില്ലാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട്. ലാൻസിനെയും റിയാസിനെയും ശരിക്കും മിസ് ചെയ്യുന്നു. അവർ രണ്ടാളും വന്നിട്ടുണ്ടായില്ല. ബാക്കി എല്ലാവരും ഇവിടെ അവിടെ എവിടേക്കോ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അൺഒഫീഷ്യൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലിയനെയും അനുരാഗിനെയും വിളിച്ച് സെറ്റാക്കിയതാണ്. ലിയാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്താത്ത ഒരാളാണ് ആകാശ്. ഈ വീഡിയോയിലുണ്ട്. അവൻ ട്രിവാൻഡ്രംകാരനാണ്. എന്തൊരു പാവം കുട്ടിയാണെന്നറിയോ, ഭയങ്കര സ്നേഹമാണ്. പിന്നെ സ്വരണും ഹർഷിയും അസ്ലമും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവര് വന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇവളാണ് എൻ്റെ അമ്മുക്കുട്ടി നമ്രിത. ഷീസ് ലൈക്ക് എ ലിറ്റിൽ സിസ്റ്റർ ടു മീ. ഞാൻ GCW വെച്ച് കാണാൻ തുടങ്ങിയത് അവളെ. ഇവരെല്ലാവരും എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയ നല്ല ഫ്രണ്ട്ഷിപ്പുകളിൽ ഒന്നാണ്. ഇവരെല്ലാവരും EC ഡിപ്പാർട്ട്മെന്റിലെ മൈക്രോ ആൻഡ് നാനോ ടെക്നോളജിയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്.
ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് എല്ലാറ്റും കൂടെ കുറേ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ ഇവളെ കൂടെ മാത്രം ഫോട്ടോ ഇല്ല എന്നാണ് ഞങ്ങൾ രണ്ടാളും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റി. ഇവളാണ് ലിയ. എനിക്ക് ലേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള CET ഫ്രണ്ട്ഷിപ്പിലെ ഒരാൾ. ഇവരെല്ലാവരും MNEയിലെ എൻ്റെ ബെസ്റ്റ് ബഡീസ് ആണ് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പ് വരുമ്പം സേതുല്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ട ചെക്കനാണ്. അവനാണ് ഞങ്ങളുടെ ലിറ്റിൽ ബ്രദർ. ആതിര, അമൃത, മല്ലി, ഗോപിക, അങ്ങനെ എല്ലാവരും. ഇനി കുറച്ച് എൻ്റെ ഷോ കണ്ടാലോ? ഇത്രയൊക്കെ ഒരുങ്ങി വന്നതല്ലേ, അപ്പൊ ഫോട്ടോസും വീഡിയോസും എടുക്കണ്ടേ? എങ്ങനെയുണ്ട് എൻ്റെ സാരി? ഞാൻ ഡിസൈൻ ചെയ്ത് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. കോളേജിലെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് പോകണം. അവിടെ വെച്ചാണ് ഞങ്ങളുടെ സെറിമണി നടക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് CET ഔട്ട്സൈഡ് വെന്യൂവിൽ വെച്ചിട്ട് ഗ്രാജുവേഷൻ സെറിമണി നടത്തുന്നത്. ലാസ്റ്റ് ടൈം വരെ ഞങ്ങളുടെ സീനിയേഴ്സിന്റെ പ്രോഗ്രാമൊക്കെ DJ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം കാര്യവട്ടത്താണ്. അവിടേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കോളേജ് ബസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഒരു കുരു വന്നിട്ടുണ്ടാവും. നിന്നെ കാണാൻ ടീച്ചർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക 3 o'clock ഓരോ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്നും 5 പേർക്ക് വരെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് 2 പേരായിരുന്നു വരുന്നുണ്ടായ, അച്ഛനും അമ്മയും. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ ഡയറക്റ്റ് സ്റ്റേഡിയത്തിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഓരോ പാരൻസിനെയൊക്കെ മീറ്റ് ചെയ്ത് അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. CETയിൽ തന്നെ അറൗണ്ട് 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ മോർ ദാൻ 1,000+ കുട്ടികൾ ഒരു വർഷം ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്. അപ്പം അത്രയും കുട്ടികളും അവരുടെ പാരൻസിനെയും കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിച്ചു. അവരിതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്രെയിമിൽ അവരുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ പാരൻസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ആയി. നമുക്ക് ഓരോരുത്തർക്കും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആൻഡ് ക്ലാസ് വൈസ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇരിക്കണമായിരുന്നു. Of your academic journey. This year marks a special moment for us as we celebrate graduation day in a new format and venue, allowing all of us celebrations. Dear graduates, this is your day, a day to cherish your achievements and celebrate your hard work with enthusiasm and joy. As you step forward, you now become part of the distinguished alumni community of CET, a group renowned for their technical excellence, professional integrity, and contributions to society. You are the brand ambassadors of this great institution, and I urge you to continue striving for excellence. And Professor Kavishri Chandran from the Department of Electrical and Electronics Engineering. അയ്യോ ഞാൻ എന്ത് ചെയ്യും കഴിഞ്ഞ ബസ്. Wherever life takes you, remember your alma mater. Return whenever you can and share. Or I'm doing entrepreneurship. I'm not able to succeed. I started a school. Then don't get frustrated. You need to have a lot of patience. One simple example is the great, all these things you can see the light is going to be successful. Only if you consider the sustainability aspect, either in the design. Thank you, sir, and thank you, Dr. Suresh K, for that gracious gesture.
To lead with purpose and to make a difference in the world beyond these walls. Be filled with success, growth, and meaningful impact. You make CET proud today and always. As the names are called, we invite the ഇവിടെ തന്നെ വന്നു പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ കയറി ടീച്ചർ സ്റ്റാൻഡേർഡ് ഡൗട്ട് അങ്ങനെ ഞാൻ കയറിയപ്പോ അതെന്താ ചായ അല്ലാണ്ട് വേറെ ടീ സ്നാക്സ് ഒന്നും കിട്ടാഞ്ഞിട്ട് May I invite the head of department in charge, Dr. Suresh Kumar E, to come forward and call upon the awardees. പക്ഷെ അത് ഫോട്ടോ എത്ര ഇതാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എന്റെ ഫോട്ടോയും ഇല്ലേ? ഫോട്ടോ ഉണ്ടല്ലേ, അവിടെ ആളുണ്ടല്ലേ? പണ്ട് എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് നല്ലൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്കൂളിൽ അതിനോടൊരു ഫോട്ടോ എടുത്തൂടാ, എപ്പോഴും എടുത്തൂടാ, എടുത്തില്ല. കറക്റ്റ് എന്റെ ഇത് വന്നപ്പോ അങ്ങനെ വേറെ ഏതോ എടുത്ത്. അയ്യോ, ഇത്ര ഉള്ള പ്രൈസ് ഓവറോൾ ട്രോഫിയാ. എനിക്ക് പോയി, അവര് പോയി. ചേച്ചി ചേച്ചി അവരുടെ പറഞ്ഞു. ചേച്ചി ഓൾ സെറ്റ് ഒരുമാതിരി പ്രാന്തിയ പോലെ ഉണ്ട്. Next is MTech in Robotics and Automation. The topper is Adira J. Agash DS. Akil Ashok. Ananda Krishnan R. Anvin George J. Hemant Sunny. Hridya N. Joel Sam Alexander. Mohammed Shibin Roshan KT. Mohammed Rizwan MP. Samdas D. Shanuj P. Siddharth A. എന്ത് സാധനം?
ഇവിടെ ഇപ്രാവശ്യം ഡിന്നറാണ് നടക്കുന്നത്. സെറ്റല്ലേ? ചേച്ചി അയ്യോ എന്നൊക്കെ പറയണ്ടേ, അതൊക്കെ വൈകിയോ കണ്ടോ? മൈ ബ്ലോഗ്. അല്ല, ഞാൻ ഓരോട് ഹായ് വരാം. To uphold this commitment, we shall now have the administration of the graduation oath. We request all the graduates. College of Engineering, Trivandrum. Our society, without any reservations, when the knowledge we have acquired. To all who made the ceremony a grand success, we now invite Dr. Lakshmi A, Dean Postgraduate Studies, to deliver the word of thanks. അച്ഛരി എങ്ങനെയുണ്ട് ഇവിടുത്തെ റൂം? സാരില്ലേ അമ്മ, കഴിഞ്ഞില്ല. എനിക്ക് അതുകൊണ്ട് എന്താ നിങ്ങളെ കൂടെ മര്യാദക്ക് ലാസ്റ്റിൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എൻ്റെ സാരി കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നന്നായി എടുത്തില്ലേ? അമ്മ സെറ്റ് ചെയ്തോണ്ടാ. വിറ്റെന്താ അറിയോ, ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോ ഇത് മറ്റേ സാരിയല്ലേ? നല്ല റൂമ്, ചെറുതാണെങ്കിലും ഇതിനുള്ള ഉണ്ട്.